ബി.ജെ.പി. രാജ്യത്ത് നടത്തുന്ന വോട്ട് കൊള്ളയുടെ വിശദാംശങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരുന്ന സാഹചര്യങ്ങൾ രാജ്യത്ത് കൂടി വരികയാണ്. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒഡീഷയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ കൂടി കൂട്ടി വായിക്കുമ്പോൾ രാജ്യത്തെ ഗ്രസിക്കുന്ന ഒരു വലിയ രോഗമായി അത് മാറുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതോ അത് രാജ്യം ഭരിക്കുന്ന ബി.ജെ.പി. ആണ് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്നത്. ഈ വോട്ട് കൊള്ള അത് വെറും ആരോപണമല്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് നടന്ന ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ടട്ടിമറിയുടെ കണക്കുകൾ ഗ്രൗണ്ട് സീറോ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഒഡീഷയിൽ നിന്ന് പുറത്തു വരുന്ന വിവരമനുസരിച്ച് അവിടുത്തെ കണക്കുകളും തിരിമറികളും നമുക്കൊന്ന് പരിശോധിക്കാം. 6 മാസം മുമ്പ് ഒഡീഷയിൽ നടന്ന തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബീഹാറിലുമടക്കം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് നടത്തിയ വോട്ടട്ടിമറികൾ രാഹുൽ ഗാന്ധി 3 പത്രസമ്മേളനങ്ങളിലൂടെ രാജ്യത്തോട് വ്യക്തമാക്കിയിരുന്നു. ആ സാഹചര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നതാണ് ഒഡീഷ പറയുന്നത്. വോട്ടിംഗ് മെഷീനുകൾ സുരക്ഷിതമാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രസ്താവനകൾ വെറും പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ഇത്തരം വാർത്തകൾക്ക് നിദാനമായി ഭവിക്കുന്നത്. ഒഡീഷ തിരഞ്ഞെടുപ്പിൽ അട്ടിമറികൾ നടന്നുവെന്നതിന് തെളിവുകൾ നിരത്തി അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷണും ADR എന്ന സംഘടന സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ബിജു ജനതാദൾ ഒഡീഷയിൽ കണ്ടെത്തിയ കണക്കുകൾ കോടതി വളരെ ഗൗരവത്തോടെയാണ് കണക്കിലെടുത്തിരിക്കുന്നത്. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയി മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ പരാതികൾ പരിഗണിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയും വോട്ടർമാരുടെ അവകാശങ്ങളും സംരക്ഷിക്കണം എന്ന കർശന നിർദ്ദേശമാണ് കോടതി ഉയർത്തുന്നത്. ഒഡീഷയിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ കണ്ടെത്തിയ ക്രമക്കേടുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പോൾ ചെയ്ത വോട്ടുകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്ന ഫോം 17C എണ്ണിയ വോട്ടുകളുടെ കണക്കായ ഫോം 20 തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ് കാണുന്നത്. ഫുൾബാനിയ അസംബ്ലി മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 57 കണക്കുകളാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. 682 വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതായി ഫോം 70C പറയുന്നു. എന്നാൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞപ്പോൾ രേഖപ്പെടുത്തിയ 682 വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും വോട്ടുകളും മിഷനിൽ ഇല്ലാതായി. തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനാണ് ഏറ്റവും സുതാര്യമെന്ന് പറഞ്ഞിരുന്ന കമ്മീഷന് 500-ലധികം വോട്ടുകൾ കാണാതായത് എങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടിയില്ല. ഇത് പലയിടങ്ങളിലും നേരെ തിരിച്ചും സംഭവിച്ചു. അതായത് കുറവ് മാത്രമല്ല, ചിലയിടങ്ങളിൽ വോട്ട് വർധനവും സംഭവിച്ചു എന്നും കണ്ടെത്തി. പതമ്പൂർ മണ്ഡലത്തിൽ 14 ബൂത്തുകളിൽ ആകെ രേഖപ്പെടുത്തിയത് വെറും 82 വോട്ടുകളായിരുന്നു. എന്നാൽ ഫലം വന്നപ്പോൾ അവിടെ എണ്ണിയത് 9304 വോട്ടുകൾ. പോൾ ചെയ്യാത്ത 9222 വോട്ടുകൾ എവിടുന്ന് വന്നു, മിഷനിൽ കയറി എന്നതാണ് അന്വേഷണത്തിലുള്ളത്. മിഷനിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന ആരോപണങ്ങൾക്ക് ഒഡീഷയിലെ കണക്കുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരേ ദിവസം നടന്ന ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസവും സംശയം ജനിപ്പിക്കുന്നതാണ്. ഒരു ബൂത്തിൽ വോട്ട് ചെയ്ത ഒരാൾ ലോക്സഭയ്ക്ക് വോട്ട് ചെയ്തിട്ട് നിയമസഭയ്ക്ക് വോട്ട് ചെയ്യാതെ മടങ്ങുന്നത് സ്വാഭാവികമായി സംഭവിക്കാത്തതാണ്. എന്നാൽ ഒഡീഷയിലെ ആയിരക്കണക്കിന് ബൂത്തുകളിൽ ഇത്തരം വിചിത്രമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബിജു ജനതാദൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവർത്തിച്ച് കാരണങ്ങൾ ചോദിച്ചിരുന്നുവെങ്കിലും മൗനം മാത്രമാണ് കമ്മീഷൻ അവലംബിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മൗനത്തിനെതിരെ കോടതിയിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. കണക്കുകളിൽ വന്ന ഈ പൊരുത്തക്കേടുകളിൽ പ്രതികരിക്കാത്തത് എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. വോട്ടിംഗ് മെഷീനുകൾ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ഭരണകക്ഷിയെ സഹായിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായി എന്നുമാണ് പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ വാദിച്ചത്. EVMകൾ ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന വിദഗ്ധരുടെ മുന്നറിയിപ്പുകൾ ശരിവെക്കുന്നതാണ് ഒഡീഷയിൽ നിന്നുള്ള ഈ തെളിവുകൾ. രാജ്യത്ത് വോട്ടിംഗ് മെഷീനുകൾ ചോദ്യം ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനങ്ങളും അദ്ദേഹം നിരത്തിയ വോട്ട് കൊള്ളയുടെ വിശദാംശങ്ങളും പ്രാധാന്യം അർഹിക്കുന്നത്. ഇപ്പോഴിതാ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വോട്ട് ചോരി വെബ്സൈറ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെബ്സൈറ്റിലൂടെ അറിയിക്കാമെന്ന പ്രഖ്യാപനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്.
വോട്ട് ചോരി എന്ന പേരിലാണ് വെബ്സൈറ്റ് ആരംഭിച്ചിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താനുള്ള ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടാനും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. വെബ്സൈറ്റിലൂടെ പിന്തുണ നൽകാൻ രാഹുൽ ഗാന്ധി ജനത്തിനോട് അഭ്യർത്ഥിച്ചു. വോട്ട് കൊള്ളയുടെ അനുഭവങ്ങൾ ജനങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ പങ്കുവെക്കാനാകും. ഇതിനായി പേരും മൊബൈൽ നമ്പറും നിങ്ങൾ നൽകണം. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പുറത്തുവിട്ട തെളിവുകളും വീഡിയോ സന്ദേശവും വെബ്സൈറ്റിലുണ്ട്. കോൺഗ്രസ് ക്യാമ്പയിനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള മൊബൈൽ നമ്പറും വെബ്സൈറ്റ് വിലാസത്തിൽ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് വിലാസം. ഇക്കാര്യത്തിൽ നിരവധി ഹർജികൾ സുപ്രീം കോടതികളിൽ കൂമ്പാരമാകുമ്പോഴാണ് സുപ്രീം കോടതിയുടെ വിമർശനം രാജ്യം അതീവ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ബാലറ്റ് പേപ്പറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ BJP ദയനീയ പരാജയം ഏറ്റുവാങ്ങുകയാണ് ഉണ്ടായത്. പഞ്ചാബിന് പിന്നാലെ കർണാടകയും തമിഴ്നാടും EVM ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് പുറത്തുവരുന്ന വിവരം. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പരീക്ഷണാർത്ഥമെങ്കിലും ബാലറ്റ് പേപ്പർ കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. പക്ഷേ അതിന് മോദിക്കോ BJPക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ഉത്തരമില്ലാതായി. കോൺഗ്രസ് BJP സർക്കാരിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കാർക്കശ്യത്തോടെ ഇടപെടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ തന്നെ സർക്കാരിനും തലവേദന സൃഷ്ടിക്കുകയാണ്. BJP സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് വിലങ്ങുതടിയായി കോൺഗ്രസ് ആഞ്ഞടിക്കാൻ ഒരുമ്പിട്ട് കഴിഞ്ഞു. കോടതി ഇക്കാര്യത്തിൽ തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടാൽ അത് ഒഡീഷ തിരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന അവസ്ഥയാവും വരിക. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒഡീഷയിൽ നിന്നും EVMകൾ പിൻവലിക്കുകയും അവിടെ ബാലറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം വരികയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ കള്ളക്കണക്കുകളുടെ പിൻബലത്തിൽ ജയിച്ചു കയറിയ BJPക്ക് അതൊരു കനത്ത തിരിച്ചടിയാകും. യഥാർത്ഥ വിജയം അവിടെ സംഭവിക്കും. BJPയുടെ പരാജയം അവിടെ പൂർണ്ണമാകുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കും.